തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ നിയമസഭയിൽ പ്രതിഷേധം. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ബില്ല് പാസാക്കിയത് ചോദ്യം ചെയ്ത് പ്രതിപക്ഷം. അടിയന്തര ഘട്ടങ്ങളിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാതെ ബില്ലുകൾ പാസാക്കിയിട്ടുണ്ടെന്ന് സ്പീക്കറുടെ റൂളിംഗ്. തൃശൂരിൽ BJPയെ ജയിപ്പിച്ചത് കോൺഗ്രസ് എന്ന് MV ഗോവിന്ദൻ. സംഘടനാ തലത്തിലെ പോരായ്മ പരിഹരിക്കുമെന്നും സഭയിൽ പ്രതികരണം. LDF വോട്ട് BJPക്ക് മറിഞ്ഞെന്ന് രമേശ് ചെന്നിത്തല. പിണറായി വിജയൻ പാലിലിട്ട കാഞ്ഞിരത്തിൻ ഗുരുവെന്നും പരിഹാസം. യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാർക്കോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം. പന്തീരാങ്കാവ് കേസിലെ നവവധുവിനെ കാണാനില്ലെന്ന് പിതാവിന്റെ പരാതി. മകളെ സമ്മർദ്ദപ്പെടുത്തി മൊഴി മാറ്റിച്ചു എന്നാണ് അറിവ്. ഇത് അവരുടെ കസ്റ്റഡിയിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർ സമ്മർദ്ദം ചെലുത്തി എൻ്റെ മകളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. പരാതിക്കാരിയുടെ മലക്കം മറിച്ചിലിൽ അന്വേഷണ സംഘം പ്രതിരോധത്തിൽ. മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയതിനാൽ കേസ് ദുർബലമാകില്ലെന്ന് പ്രതീക്ഷ. നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ ഇടപെട്ട് സുപ്രീം കോടതി. പരാതികൾ പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചെന്ന് നിരീക്ഷണം. കൗൺസിലിംഗ് തടയണമെന്ന ആവശ്യത്തിൽ ഇടപെട്ടില്ല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശദീകരണം തേടി സുപ്രീം കോടതി. T20 ലോകകപ്പിൽ പാകിസ്ഥാൻ കാനഡ പോരാട്ടം. മത്സരം രാത്രി 8 മണിക്ക്. സൂപ്പർ 8-ലെത്തുന്ന ആദ്യ ടീമായി ദക്ഷിണാഫ്രിക്ക. സുനിൽ ഛേത്രിയില്ലാതെ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇന്ന് ഖത്തറിനെതിരെ.